രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് വിമർശിച്ച് ഇപ്പൊ വിമർശിക്കാൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ബീഹാർ തിരഞ്ഞെടുപ്പ് ഈ 6-11 തീയതികൾ നടക്കാൻ പോകുന്നു. അങ്ങോട്ടേക്ക് അദ്ദേഹം ഇല്ല, വിദേശത്ത് എവിടെയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത് അദ്ദേഹം ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടുന്നു. അതായത് ഈ കല്ലുപ്പ് വെങ്കായം തൈര് എന്നതിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക. അപ്പൊ എന്താണ് ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അതനുസരിച്ച് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിനെ രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ വിമർശിച്ച് അതിനെ നേരെയാക്കി കൊണ്ടുപോകേണ്ട ഒരാളാണ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളിന്റെ കടമ എന്ന് പറയുന്നത്. പക്ഷെ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ രാഹുൽ ഗാന്ധിയോട് ധന്യക്ക് എന്തെങ്കിലും വൈരാഗ്യം പറ്റുന്നുണ്ടോ? എപ്പോ പുള്ളി എന്ത് ചെയ്താലും നിങ്ങളങ്ങ് വിമർശിക്കുകയാണല്ലോ, അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതിനകത്തൊരു കുറവ് കാണുവാണ്. തന്നെ അദ്ദേഹം സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. മനസ്സിലായില്ലേ? സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അദ്ദേഹം ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ മോദി വണ്ടിയിലിരുന്ന് കൈ കാണിക്കുന്നു, അമിത്ഷാ വണ്ടിയിലിരുന്ന് കൈ കാണിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു. ബാക്കി BJPയുടെ നേതാക്കന്മാരെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പുള്ളി ആ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ കുളത്തിൽ ചാടി മീൻ പിടിക്കുക. മനസ്സിലായി? ഇത് സാധാരണക്കാരുടെ ഇടയിലേക്ക്, മത്സ്യത്തൊഴിലാളികളുടെയും അല്ലെങ്കിൽ ഇതുപോലുള്ള സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്ത് ചെയ്താലും വിമർശനം കാണുന്ന ആൾക്കാർ അദ്ദേഹത്തെ പറ്റി ഈ പറയുന്ന പോലെയുള്ള വിമർശനങ്ങൾ കാണുക. അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. നേരത്തെ നമ്മുടെ നീണ്ടകര വന്നപ്പോൾ ഇയാൾ കുളത്തിൽ ചാടിയില്ലേ? നീണ്ടകര വന്നപ്പോൾ കുളത്തിൽ ചാടിയതിനകത്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സ്വാഭാവികമായിട്ട് മത്സ്യത്തൊഴിലാളികൾ വളരെ കഷ്ടപ്പെട്ട് കുളത്തിലേക്ക് ചാടുന്നു. അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അത് എങ്ങനെയാണ് കുളത്തിൽ ചാടി മീൻ പിടിക്കുന്നത്, അല്ലെ ആറ്റിച്ചാടി മീൻ പിടിക്കുന്ന അറിയാൻ വേണ്ടി ചാടുന്നു, പുള്ളി പിടിക്കുന്നു എന്നൊക്കെ രീതിയിലായി വാർത്ത വരുന്നത്. അപ്പോൾ ഇത് 16 ക്യാമറയും കൊണ്ട് നേരത്തെ വന്നിട്ട് ഇയാൾ കുളത്തിൽ ചാടുകയും അല്ലെങ്കിൽ അതിനു മുമ്പ് അവിടെ ക്ലീൻ ചെയ്യുകയോ എന്നൊക്കെ ചെയ്യുന്ന കാര്യമൊന്നും സാധാരണക്കാരന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ ഈ എന്തോ പറയുമ്പോഴും നമ്മൾ ഈ നീണ്ടകര വന്ന് ഇയാൾ കുളത്തിൽ ചാടാൻ നോക്കി. കുളത്തിൽ ചാടിയപ്പോൾ ഉള്ള കുളത്തിൽ ചാടിയപ്പം ഈ CPM-മാരനെ അറിയാം, ലോകത്തെവിടെ ഉണ്ടെങ്കിലും കുരുക്ക് എവിടാന്ന് വെച്ചാൽ അതിനപ്പുറം കയറി കുരുക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. ഇയാൾ 16 ക്യാമറയും കൊണ്ട് അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് ഇവന്മാർ അതിൻ്റെ പുറകെ നിന്ന് അമ്മരെ കൊണ്ട് വെക്കുന്ന പോലെ ഷൂട്ട് ചെയ്തിട്ട് പറഞ്ഞാണ്ട് ഇയാൾ കുളത്തിൽ ചാടിയ സ്വാഭാവികമായിട്ടൊന്നുമല്ല, നേരത്തെ ക്യാമറയും കൊണ്ട് വെച്ച് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതങ്ങ് പൊളിച്ചു. മനസ്സിലായി? മാത്രമല്ല ഇയാൾക്ക് പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇത് എത്ര കാലം കൊണ്ട് തുടങ്ങിയ, പണ്ട് ബോണ്ട എടുത്തുകൊണ്ട് ഓടുമായിരുന്നു. അറിയത്തില്ലേ? കടയിൽ കയറി ബോണ്ട എടുത്തുകൊണ്ട് ഓടുക. എന്ത് വെച്ചാൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കൂട്ടല്ല, ഭയങ്കരമായിട്ട് കോൺഗ്രസ് ബ്രൈറ്റായിട്ട് ഇരിക്കുന്ന സമയം, വളരെ പുറകോട്ട് നമുക്ക് പരിശോധിക്കാം. ഒരു പ്രാവശ്യം കായംകുളത്തുനിന്ന് ഇദ്ദേഹം അടൂരോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ വണ്ടി ഓടിപ്പോവില്ലേ? നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയെ പറ്റി ചർച്ച ചെയ്തില്ലയോ? അവർ പോയപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ നിന്നു, ഇറങ്ങി കുഞ്ഞുങ്ങളെ കണ്ടു, കയറിപ്പോയത് വലിയ വാർത്തയാണ്. കാരണം അവരുടെ പ്രോട്ടോക്കോളിലെങ്കിൽ ഇയാളിങ്ങനെ വരും. ഇയാളും അന്ന് പ്രധാനമന്ത്രിയായിട്ട് ഒരുപക്ഷെ കോൺഗ്രസ് ഭരിക്കുന്ന സമയം അങ്ങനത്തെ ഏതോ, അല്ലെങ്കിൽ പ്രതിപക്ഷത്താണെങ്കിൽ തന്നെയും വേറെ BJPക്ക് ഒന്നൊരു സാധ്യത നാളെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സമയത്താണ് ഇദ്ദേഹം. അപ്പം മനോരമയാണല്ലോ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രൊമോട്ടർ. രാഹുൽ ഗാന്ധിയൊക്കെ വന്നാൽ ഈ ഒരു രാഹുൽ ഗാന്ധി വന്നാൽ 9 രാഹുൽ ഗാന്ധി വന്നെന്ന് എഴുതുന്ന സമയമാണ് മനോരമയുടെ. മനസ്സിലായി? അങ്ങനെ അവരിപ്പോഴും എഴുതാൻ നോക്കും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് വഴിയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഇയാൾ വണ്ടിയെ നിർത്തിയാടി ഒരു കടയിൽ നിന്ന് ബോണ്ട എടുത്തുകൊണ്ട് ഓടി. അതിൻ്റെ കുറേ കടക്കാരൻ എൻ്റെ ബോണ്ട എടുത്തുകൊണ്ട് ഓടി പറഞ്ഞിട്ടുണ്ട് മനോരമ. അപ്പോഴത്തേനും എല്ലാവരും ചെന്ന് കുഴപ്പമില്ലാന്നൊരു ഭാവി പ്രധാനമന്ത്രിയാണ് നിങ്ങളുടെ ബോണ്ട എടുത്തത്, നിങ്ങൾക്കിത് മനസ്സിലാവാത്തതുകൊണ്ടാണ്, നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്, നാളെ ഇത് വലിയൊരു ഇന്ത്യൻ ബോണ്ടയായിട്ട് മാറുന്ന കടയായിട്ട് വരും മനോരമ കുറ്റിയാണ് വലിയ വാർത്ത. മനസ്സിലായി? അപ്പം ഇത് സത്യം, ഇത് ഇന്ന് വന്നേരം തുടങ്ങി. അന്നൊക്കെ വിചാരിച്ചത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാൾക്ക് അല്പം കുറവുണ്ട്. നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർ എന്തിനാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ആൾക്കാരെ ഈ പറയുന്നത് പോലെ ഈ നിർത്തി ആക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കാരെ നിർത്തി ഇല്ലായ്മ ചെയ്യുന്നതൊക്കെ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വിശദമായിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ടോക്കിനകത്ത് പറഞ്ഞപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും മറ്റു കാര്യങ്ങളും മറിച്ചതും ഒക്കെ കാണുമ്പോൾ ഒരു 10% അത് ഒരു ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രീതി നടത്തും മറ്റു കാര്യങ്ങളൊക്കെ. പിന്നെ മാത്രമല്ല ആരെങ്കിലും ഇയാളെ മിസ്ഗൈഡ് ചെയ്യുന്ന ഉണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റി അറിയത്തില്ലെന്ന് ഈ പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തുന്നു. ഇയാളൊരു ശുദ്ധനാണോ അല്ലെങ്കിൽ പൊട്ടനാണോ എന്തുമായാലും കാണിക്കുന്നതെല്ലാം ഇപ്പൊ ബീഹാറിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ബീഹാറിൽ ഇതുവരെ ചെന്നിട്ടില്ലായിരുന്നു, അത് വലിയ വാർത്തയായിരുന്നു. ഇപ്പം ആര് പറഞ്ഞിട്ട് ചെന്നു, എന്തായാലും തേജസ്വി യാദവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ദൈവത്തെ ഓർത്ത് ഇവിടോട്ട് വരരുത്, ആകപ്പാടെ നിങ്ങൾ കുളവാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അത് ബോട്ട് ചോരി യാത്ര കഴിഞ്ഞ് കുളവാക്കി മോദിയുടെ അമ്മയ്ക്ക് പറഞ്ഞു, ആകപ്പാടെ നാശമാക്കി. പുള്ളി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 2 വർത്താനം പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു, എൻ്റെ അമ്മ എന്ത് ചെയ്തു, അവർ രാഷ്ട്രീയത്തിൽ പോലും ഇടപെടാത്ത. അപ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാർ മൊത്തം ഏറ്റെടുത്തു. ആർക്കാ സൂചിക്കുന്നത്?
ആർക്കാ അദ്ദേഹത്തിൻ്റെ അമ്മയെ പറ്റി പറഞ്ഞാലും ഇതുപോലെ കുടുംബവും കളഞ്ഞ് ഒന്നുമില്ലാതെ 1 രൂപയുടെ ആസ്തി ഇല്ലാത്ത ഒരു മനുഷ്യൻ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന, അതായത് ഒന്നും അറിയാത്ത മരിച്ചുപോയ സ്വന്തം അമ്മയെ പറ്റി ചീത്ത പറഞ്ഞിട്ട് പോയാൽ ആര് സഹിക്കും? അത് നരേന്ദ്രമോദിയുടെ എന്നല്ല, നാളെ കാലത്ത് രാഹുൽ ഗാന്ധിയുടെ ആയാലും ആരും സഹിക്കത്തില്ല. അത് വലിയ വിഷയമാക്കി അവിടെ ആപ്പാടെ ചളവായി കുളവായി പോയിട്ട് ഒരു പരുവത്തിന് ആയിട്ട് തിരിച്ചു തേജസ്വി യാദവ് വീണ്ടും രാഷ്ട്രീയം പറഞ്ഞ് കലക്കി ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞതുപോലെ വീണ്ടും താണ്ടെ വന്നേക്കുന്നു. എന്ത് ചെയ്യാൻ, വരണ്ടെന്ന് പറയാൻ ഒക്കുമോ? പത്രക്കാരിങ്ങനെ വട്ടം നിൽക്കില്ലേ? നാട്ടുകാർ പറഞ്ഞേക്കും തേജസ്വി യാദവ് ഇദ്ദേഹത്തെ ഒരു ബുദ്ധിമുട്ടായി. ഏതായാലും ബുദ്ധിമുട്ടൊന്നുമില്ല, ഇന്നലെ അദ്ദേഹം അവിടെ കുളത്തിൽ ചാടിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ മനുഷ്യൻ അങ്ങനെ നമുക്ക് പറയാൻ ഒത്തുള്ളൂ. ഇയാൾ മണ്ടനാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. ഇയാൾ മണ്ടനല്ല. ഇയാൾ ഇതുവരെ ഈ പറഞ്ഞ രാമജന്മം അല്ലെങ്കിൽ ക്ഷേത്രം അറിയില്ല, അയോധ്യയിൽ ഇദ്ദേഹം പോയിട്ടില്ല. അയോധ്യയിൽ ഇദ്ദേഹം പോയിട്ടില്ല. ഇയാൾ മാത്രം, ഞാൻ പറഞ്ഞിട്ടില്ല ഇയാൾ എന്തുകൊണ്ട് പോകുന്നില്ല. അതിപ്പോ ഞാൻ അയോധ്യയിൽ പോകുന്നില്ല എന്ന് എന്നും ഇന്നും അല്ലെങ്കിൽ പോകാത്ത സമയം ചർച്ചയാക്കുന്നതിന്റെ പുറകിൽ, അല്ലെങ്കിൽ ആ പോകാത്ത താല്പര്യം ആരുടേതാണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ അതാ കഴിഞ്ഞ ദിവസം പറഞ്ഞേ ഇയാൾ വേറെ ചില ആൾക്കാരുടെ വക്താവാണെന്ന്. ഇപ്പം ഈ ഇലക്ഷനകത്ത് അവിടെ ഈ പറഞ്ഞതുപോലെ വിവാദമായ 1-2-3 വിഷയമുണ്ട്. ഈ മുമ്പേ തന്നെ പറഞ്ഞതുപോലെ ഈ ദേവിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിനകത്ത് കുറ്റം പറയുന്നത്, അതായത് ഇവിടെ താല്പര്യവും ഇപ്പൊ കോൺഗ്രസിന്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വർഗീയമായിട്ട് അല്ലെ സുഡാപ്പി നമ്മൾ പറയത്തില്ല, ഈ ഇസ്ലാമിസ്റ്റുകൾ അവരുടെ കൃത്യമായ പൊളിറ്റിക്സ് പറയുന്നു, അത് പച്ചയ്ക്ക് പറയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ പറയുന്നത് ഇദ്ദേഹം മുമ്പേ പറഞ്ഞതിനകത്തൊന്നും ആ കാര്യത്തിനകത്ത് നമുക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയേണ്ടി വരും. അറിയാതെ ചെയ്യുന്നതാണോ? അറിയാതെ ചെയ്യുന്നതല്ല, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിയാതെ ചെയ്യുന്നതാണെങ്കിൽ ഇദ്ദേഹം ഈ പറഞ്ഞ അയോധ്യയിൽ പോയേനെ, മറ്റേ എന്താ അന്ന് പോയില്ല, ഇതുവരെ പോയില്ലല്ലോ, നിർബന്ധം പിടിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പൊളിറ്റിക്സ് ഉണ്ട്, അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുമോ അല്ലെങ്കിൽ അതേ വിജയിക്കത്തുള്ളൂ എന്നുള്ള ധാരണയിലാണോ, അതിൻ്റെ പുറകിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണ അത് ഏതൊക്കെ രീതിയിലാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം തന്നെ രാഹുൽ ഗാന്ധി ജാമ്യം എടുത്ത് നിൽക്കുന്നു, അമ്മ ജാമ്യം എടുത്ത് നിൽക്കുന്നു, അളിയൻ ജാമ്യം എടുത്ത് നിൽക്കുന്നു, പലരും ജാമ്യം എടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ലല്ലേ, ഈ പറഞ്ഞാൽ മഹാത്മാഗാന്ധി അകത്ത് കിടന്നുള്ള കാര്യത്തിലൊന്നും അല്ലല്ലോ ജാമ്യം എടുത്തത്. അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുത്തതിനും അല്ലല്ലോ ജാമ്യം എടുത്തത്. ഇദ്ദേഹം ഒരു ലാത്തി ചാർജിനും ഇദ്ദേഹം വരുമ്പം അങ്ങനെ ഉണ്ടാകുന്നില്ല, പങ്കെടുക്കുന്നില്ല, കേസുകളൊന്നും വരുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസുകളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ സമ്പത്തും പൊട്ടിച്ച കേസും ഭൂമി തരം മാറ്റി വിറ്റ കേസും അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് പല നമ്മുടെ സമ്പത്തുകൾ അടിച്ചു മാറ്റിയ കേസും ഒക്കെ ആണല്ലോ, അല്ല വേറെ കേസുകളൊന്നും ഒക്കെ ആണല്ലോ. അപ്പം ഇദ്ദേഹം ഈ ചെയ്ത കാര്യങ്ങൾ, ഈ പറയുമ്പോൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം അബദ്ധത്തിൽ ചെയ്യുന്നതാണ്, പൊട്ടനായിട്ട് ചെയ്യുന്നതാണ്, മോശക്കാരനായിട്ട് ചെയ്യുന്നതാണ്, അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ് എന്നുള്ളത് ധരിക്കണമെങ്കിൽ വേറെ ചില കാര്യങ്ങൾ വളരെ പർപ്പസ്ഫുള്ളി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത്, അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യത്തിനകത്ത്, അദ്ദേഹത്തിൻ്റെ അജണ്ടയ്ക്കകത്ത് അത് ഓർത്തോർത്ത് പറയുന്നത്. നേരത്തെ ഇദ്ദേഹം ഒരു ജാഥ കഴിഞ്ഞ 2024 ജോഡോയാത്ര ഉദ്ഘാടനം ചെയ്താരാ? ഇവാഞ്ചലിക് ക്രൈസ്റ്റ് അല്ലേ ഉദ്ഘാടനം ചെയ്തു, ഒരു പാസ്റ്ററല്ലേ ഉദ്ഘാടനം. അതിനുശേഷം അദ്ദേഹം ആ ജാഥയുടെ അവസാന സമയത്ത് അദ്ദേഹം ഈ ശക്തി, നാരി അല്ലെങ്കിൽ ശക്തിയുടെ കാര്യം പറഞ്ഞ, ശക്തി എന്ന് പറഞ്ഞാൽ എന്ത്, ദേവിയല്ലേ, ആ ശക്തി ഞങ്ങൾ പൊളിക്കോ, വലിയ വിവാദമായില്ലേ. അതിനുശേഷം ഇയാൾ പാർലമെന്റിൽ വന്ന് ശിവനെക്കുറിച്ചും പാർവതിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു, ഹിന്ദു ദൈവങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞതിനെ അതിനെപ്പറ്റിയുള്ള ബോധമൊക്കെ അവിടെ ഉള്ളവർ തന്നെ പറഞ്ഞു, ഇതല്ലേ ശിവൻ, ഇതല്ല മഹാവിഷ്ണു, ഇതല്ല നിങ്ങൾ പറയുന്നതല്ല പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ളതിനെ പറ്റി പുള്ളിക്ക് തന്നെ ധാരണ. അപ്പം അദ്ദേഹത്തിൻ്റെ ജാതിയുണ്ട്, മതമുണ്ട്, സംവിധാനമുണ്ട്, എല്ലാമുണ്ട്. ഇപ്പോൾ പഴയതുപോലെ പൂണൂല് ഉടുപ്പിൻ്റെ പുറത്തൂടെ എടുത്തിടാൻ പുള്ളി ശ്രമിക്കുന്നുമില്ല. നേരത്തെ അറിയാമല്ലോ, ഓരോ സ്റ്റേറ്റ് വരുമ്പോൾ അമ്പലത്തിൽ കയറി കുറിയിടുകയും പൂണൂലെടുത്ത് വെളിയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ പൂണൂല് പുള്ളി ബ്രാഹ്മണനാണെന്നല്ലേ പറയുന്നത്. പരിശോധിക്കുമ്പോൾ അവർ പറയുന്നത് ബ്രാഹ്മണ മഹാസഭ കേസ് കൊടുത്താറുണ്ട്. അങ്ങനെ ഇയാൾ ബ്രാഹ്മണനാവുന്നേ അച്ഛനെ പരിശോധിക്കുമ്പോൾ ഇല്ല, അമ്മയെ പരിശോധിക്കുമ്പോൾ ഇല്ല, മറ്റേ പുള്ളിക്ക് എന്തോ ആവുമല്ലോ. ആ അപ്പൊ അങ്ങനെ അവർ കേസ് കൊടുത്തേക്കുമല്ല. പണ്ട് വേടനെതിരെ വേടന്മാർ കേസ് കൊടുത്തു. ഇയാളെ നിങ്ങൾ പേരെടുത്താരെ എടുത്ത് ചോദിച്ചുകൊണ്ടായിട്ടേന്ന് പറഞ്ഞിട്ട് അവർ വാനട്ടത്തിന് കേസ് കൊടുത്തു. ഇയാൾക്കെതിരെ ബ്രാഹ്മണ മഹാസഭ കേസ് കൊടുത്തേക്കോ, ഇയാളെങ്ങനെ ബ്രാഹ്മണനാവുന്നത് എന്നുള്ള രീതിയിൽ മനസ്സിലല്ലോ. അത്രയ്ക്ക് വേണ്ട. പണ്ടൊക്കെ പേടിയുണ്ടായിരുന്നു, അയ്യോ രാഹുൽ ഗാന്ധി അല്ലയോ കേസ് കൊടുത്താൽ എന്തെങ്കിലും തോന്നുന്നു, എന്തോ തോന്നിയാൽ എന്തുവാ, ആ രീതിയിലായി. നമ്മുടെ ഇസ്പയുടെ 7ാം കൂലി എന്നൊക്കെ പറഞ്ഞില്ല ഈ ചീട്ടിനകത്ത്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതേ ഐറ്റത്തില് ഏതായാലും ഇതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ തന്നെ ആദ്യം പറഞ്ഞ പോലെ എന്തോ
പുതിയ കലാപരിപാടി, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക. ബീഹാറിലൊരു പരിപാടി ഇപ്പോഴത്തെ ഇന്നലെയൊക്കെ വരുന്ന റിസൾട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന സർവേ ഫലമൊക്കെ വന്നാൽ അത് പലവട്ടം ശരിയായിട്ടുണ്ട്. ബീഹാറിന്റെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ തെറ്റിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ വന്ന സർവേ ഫലം അനുസരിച്ചാണെങ്കിൽ പുള്ളി കുളത്തിൽ ചാടുന്നതാ നല്ലത്, ആത്മഹത്യ ചെയ്യുന്നതാ നല്ലത്.